വെൽക്കം ടു കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ആൻഡ് ഈ എയർപോർട്ടിന്റെ ഇങ്ങനെ ഒരു ഫേസ് അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല. കഴിഞ്ഞ 3 വർഷം കൊണ്ട് സിയാല എയർപോർട്ടിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കണ്ട ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ആൻഡ് ആ മാറ്റങ്ങളിലൊന്നാണ് 0484 എയറോ ലോഞ്ച്. നിങ്ങൾ എത്ര പേര് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിനുള്ള ഈ ഒരു ബിസിനസ് ലോഞ്ച് കണ്ടിട്ടുണ്ട്? നെക്സ്റ്റ് ടൈം കൊച്ചിൻ എയർപോർട്ടിൽ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു ലോഞ്ച് ട്രൈ ചെയ്യണം. നിങ്ങളുടെ ബിസിനസ് മീറ്റിംഗിലാണെങ്കിലും കുറച്ച് നേരം സ്റ്റേ ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും ഒരു പെർഫെക്റ്റ് ഓപ്ഷനാണ് 0480. ഒക്ടോബർ 20th 0484 പൂർണ്ണമായ രീതിയിൽ ലൈവ് ആയത്. 0484 ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ലോഞ്ച് കേരളത്തിൽ അറിയില്ല. എന്തായാലും കേരളത്തിലല്ല, ഇന്ത്യയിലെ ആദ്യത്തെ കൺസെപ്റ്റ് ആണ്. അക്കോമഡേഷൻ കൊടുക്കുന്നത് എയർപോർട്ടിനുള്ളിൽ അക്കോമഡേഷനും ഉണ്ട്. ആൻഡ് ഈ ഒരു ലോഞ്ചിൽ സിംഗിൾ ഫ്ലോറിൽ 41 റൂംസ് അവൈലബിൾ ആണ്. ഇവർക്ക് ഇവിടെ 2 ബാങ്കറ്റ് ഹാൾ ഉണ്ട്. ഒരെണ്ണം 50യും ഒരെണ്ണം 100 സീറ്റിന്റെയും. ഒരു ലാൻഡ് സൈസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ 1.18 ആണ് കേരളം വരുന്നത്. അതിന്റെ ഒരു സൈഡിൽ വെസ്റ്റേൺ ഗാർഡും ഒരു സൈഡിൽ CRZ ആണ്, വെറ്റ്ലാൻഡും ആണ്. ആൻഡ് ഇത്രയും ചെറിയൊരു സ്പേസിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ എയർപോർട്ടുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറിയത്. നമുക്ക് 4 ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. കഴിഞ്ഞ 3 വർഷം കൊണ്ട് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന് വന്നിട്ടുള്ള ചേഞ്ച് ഹ്യൂജ് ആണ്. ആൻഡ് അതിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പ്രൈവറ്റ് ജെറ്റ് ടെർമിനലാണിത്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 2500 പ്രൈവറ്റ് ജെറ്റ്സ് ആണ് ഇവിടെ ലാൻഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടെർമിനലിൽ ടോട്ടൽ 5 ലോഞ്ചസ് ആണ് വരുന്നത്. ഇത് അവരുടെ ഫസ്റ്റ് ലോഞ്ച് ആണ്. ആൻഡ് ഇതിന്റെ പേര് വരുന്നത് സിനമൻ എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ 4 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടൽസ് ഉള്ള സംസ്ഥാനമാണ് കേരളം. ആൻഡ് ആ ലിസ്റ്റിലേക്ക് 1 മോർ ഹോട്ടൽ, താജ് ഓപ്പൺ ദെയർ ന്യൂ ഹോട്ടൽ ഇൻ സിയ. അപ്പൊ കേരളം പഴയ കേരളവും അല്ല, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് പഴയ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടും അല്ല. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.